സ്വപ്നക്കൂട്. എല്ലാവരെയൊക്കെ കണ്ടപ്പോൾ വൈശാഖിന് സന്തോഷമായി. കുറേയേറെ സമയം ഇരുന്നിട്ടാണ് അവർ പോയത്. അതിനോടിടയ്ക്ക് വിഷ്ണു ആണെങ്കിൽ അവന്റെ മൊബൈലിൽ കിടന്ന കുറച്ച് ഫോട്ടോസൊക്കെ വൈശാഖിനെ കാണിച്ചു. അതെല്ലാം വൈശാഖിന്റെ വിവാഹത്തിന് അവരെടുത്ത ഫോട്ടോസ് ആയിരുന്നു. പക്ഷെ അതിലൊന്നും ലക്ഷ്മിയുടെ ഫോട്ടോ ഇല്ലായിരുന്നു. വൈശാഖൻ കുറേ സമയം ആ ഫോട്ടോയിലേക്ക് കണ്ണുനട്ടിരുന്നു. ഇതെല്ലാം ഡോക്ടർ വേണുഗോപാലിന്റെയും സൈക്കാട്രിസ്റ്റിന്റെയും തന്ത്രങ്ങളായിരുന്നു. വിഷ്ണുവും അനൂപും യാത്ര പറഞ്ഞു പോയതും കുറച്ചു സമയം വൈശാഖൻ തനിച്ചായിരുന്നു റൂമിൽ. കുറച്ചു സമയം കഴിഞ്ഞതും ഡോക്ടർ വേണുഗോപാൽ അവന്റെ അരികിലേക്ക് വന്നു. എങ്ങനെയുണ്ട്? സുഖമായോ വൈശാഖൻ? നല്ല മാറ്റമുണ്ട് സർ. ഞാൻ പറഞ്ഞില്ലേ ഇയാൾക്കെല്ലാം പെട്ടെന്ന് ഭേദമാകൂന്ന്. അവൻ മൂളി. അവന്റെ ഓർമ്മകൾ മറ്റെവിടെയോ ആണെന്ന് ഡോക്ടർക്ക് മനസ്സിലായി. ഓക്കെ, ഗുഡ്. ഗെറ്റ് വെൽ സൂൺ വൈശാഖൻ. താങ്ക്സ് ലോട്ട്. പിന്നെ ഞാനത് മറന്നു. ഡോക്ടർ വേണുഗോപാൽ പോക്കറ്റിലേക്ക് കൈയിട്ടു. വൈശാഖൻ, ഇതാ തന്റെ വെഡിങ് റിങ്. ഇത് തരുന്ന കാര്യം ഞാൻ മറന്നു. അവൻ അത് കൈനീട്ടി മേടിച്ചു. എന്നിട്ട് അതിൽ കൊത്തിവെച്ചിരുന്ന പേര് വായിച്ചു. ലക്ഷ്മി. വൈശാഖൻ, ആർ യു മാരീഡ്? ഡോക്ടർ വേണുഗോപാൽ അവനെ നോക്കി. യെസ് ഡോക്ടർ. കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും അവൻ പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ പുറത്തേക്ക് പോയി. അല്പം കഴിഞ്ഞതും ലക്ഷ്മി മുറിയിലേക്ക് വന്നു. എങ്ങനെയുണ്ടിപ്പോ? റൂമിലേക്ക് മാറ്റിയപ്പോൾ ഉഷാറായോ? അവൾ അവനുള്ള ഗുളികയുമായിട്ട് അവന്റെ അടുത്തേക്ക് വന്നു. ഒരു ഗ്ലാസ്സിൽ അവൾ വെള്ളവും എടുത്തിരുന്നു. ഇതാ ഗുളിക കഴിക്ക്. അവൾ തന്റെ കയ്യിലിരുന്ന ഗുളിക അവന് നേരെ നീട്ടി. പെട്ടെന്ന് അവൻ അവളുടെ കയ്യിൽ കടന്നു പിടിച്ചു. ലക്ഷ്മി പകച്ചുപോയി. എന്താ? എന്തു പറ്റി? അവൾ വൈശാഖിനെ നോക്കി. അവന്റെ കണ്ണുകളപ്പോൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. ലക്ഷ്മി, അവൻ വിളിച്ചു. അവൻ അവളുടെ കയ്യിൽ തന്റെ അതിരം ചേർത്ത് വെച്ചു. എന്നെ മനസ്സിലായോ വൈശാഖേട്ടാന്ന് ചോദിച്ച് അവൾ വിങ്ങിക്കരഞ്ഞു. എനിക്കന്ന് ഞാൻ റോഡ് ക്രോസ് ചെയ്യവേ പെട്ടെന്ന്. വേണ്ട, എൻ്റെ ഏട്ടൻ ഇപ്പോഴൊന്നും പറയണ്ട. എന്നെ ശരിക്കും മനസ്സിലായോ വൈശാഖേട്ട? ഡോക്ടർ. അവൾ ഡോർ തുറന്നുകൊണ്ട് വെളിയിലേക്ക് ഓടി. ഡോക്ടർ വേണുഗോപാലിന്റെ ക്യാബിനിലേക്ക് ചെന്നതും ശേഖരനും അശോകനും അവിടെ ഉണ്ടായിരുന്നു. ഡോക്ടർ, ഒന്ന് വരുമോ? വൈശാഖേട്ട് എന്നെ ലക്ഷ്മി എന്ന് വിളിച്ചു. അത് പറയുമ്പോൾ അവളെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. വാട്ട്? ഇറ്റ്സ് എ ഹാപ്പി ന്യൂസ്. ഡോക്ടർ വേണുഗോപാൽ വേഗം വൈശാഖിന്റെ മുറിയിലേക്ക് പോയി. സത്യാണോ മോളെ? നടക്കുന്നതിനിടയിൽ ശേഖരൻ അവളെ നോക്കി. ലക്ഷ്മിക്ക് സന്തോഷം കൊണ്ട് ഒന്നും സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. ഡോക്ടർ വേണുഗോപാൽ ചെന്നപ്പോൾ വൈശാഖൻ തുറന്നിട്ട് ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി കിടക്കുകയാണ്. ഹലോ മിസ്റ്റർ വൈശാഖൻ. അവന്റെ അരികിലേക്ക് ഡോക്ടർ ചെന്നു. യെസ് ഡോക്ടർ. അവൻ മുഖം ഉയർത്തി. ഇതാരാണ്? ലക്ഷ്മിയുടെ നേർക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ഡോക്ടർ വേണുഗോപാൽ ചോദിച്ചു. അശോകനും ലക്ഷ്മിയും ശേഖരനുമൊക്കെ അവന്റെ മുഖത്തേക്ക് കണ്ണു നട്ടു. ടെൽ മീ വൈശാഖൻ. സർ, ഇതെന്റെ വൈഫാണ്, അവൻ പറഞ്ഞു. എല്ലാ മുഖങ്ങളിലും പുഞ്ചിരി വിടർന്നു. ഓക്കെ, ഈ കുട്ടിയുടെ നെയിം എന്താണ്? ലക്ഷ്മി. ഗുഡ്. ഇതാരാണ്? ഇദ്ദേഹത്തിന്റെ നെയിം കൂടി പറഞ്ഞാൽ ഞാൻ പോയേക്കാം. ഇത് എന്റെ ഫാദറിൻലോയാണ്. പേര് അശോകൻ. വെരി ഗുഡ് മാൻ. അപ്പോൾ ശരി, നമുക്ക് കാണാൻ കേട്ടോ. ഡോക്ടർ അവന്റെ ചുമലിൽ തട്ടിയിട്ട് പുറത്തേക്കിറങ്ങി. ഡോക്ടർ. ലക്ഷ്മി കൂപ്പുകൈകളോടെ വേണുഗോപാലിന്റെ അടുത്തേക്ക് ചെന്നു. എങ്ങനെ നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അവൾ മിഴികൾ ഒപ്പിക്കൊണ്ട് പറഞ്ഞു. എന്നോടല്ല, ദൈവത്തോട്. താൻ പാതി ദൈവം പാതി എന്നല്ലേ? ആ ദൈവത്തിന്റെ കരങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമുക്ക് വൈശാഖിനെ ദൈവം തിരിച്ചു തന്നത് മോളെ. അവളെ ആശ്വസിപ്പിച്ചിട്ട് ഡോക്ടർ വേണുഗോപാൽ നടന്നു നീങ്ങി. ശേഖരനും അശോകനും വൈശാഖിനെ ആശ്വസിപ്പിക്കുകയാണ്. അപ്പോഴാണ് ലക്ഷ്മി അകത്തേക്ക് വന്നത്. ആ, മോള് വന്നല്ലോ. നിനക്ക് വേണ്ടി ഊണും ഉറക്കം ഒഴിഞ്ഞ് ഈശ്വരനെ വിളിക്കുകയായിരുന്നു മോനെ നമ്മുടെ ലക്ഷ്മി മോള്. ശേഖരൻ മകനോട് പറഞ്ഞു. നിങ്ങൾ രണ്ടാളും സംസാരിക്കുക. ഞാനായിട്ട് കൂടുതലൊന്നും പറയുന്നില്ല. അശോക, വരൂ, നമുക്കൊരു ചായ കുടിച്ചിട്ട് വരാം. ശേഖരനും അശോകനും കൂടി പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ലക്ഷ്മി വൈശാഖിന്റെ അടുത്ത് വന്നിരുന്നു. വൈശാഖേട്ട, അവൾ വിളിച്ചു. അവന്റെ മിഴികൾ അപ്പോൾ നിറഞ്ഞു വന്നു. പാവ ലക്ഷ്മി. അവളുടെ ഹൃദയം എത്രമാത്രം വേദനിച്ചു. തന്നെ അവൾ ഇത്രയും സ്നേഹിക്കുന്നുണ്ടെന്ന് അവൻ മനസ്സിലാക്കുകയായിരുന്നു. ലക്ഷ്മി, ഐ എം സോറി, അവൻ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. സോറിയോ? എന്തിന്?
നിന്നെ ഞാൻ വിഷമിപ്പിച്ചതിന്. എനിക്ക് എനിക്കൊന്നും ഓർമ്മയില്ലായിരുന്നു. അതൊന്നും ഇനി പറയണ്ട. അതൊക്കെ പോട്ടെ. ഇനി മറക്കാതിരുന്നാ മതി. അവൾ ചിരിച്ചുകൊണ്ട് അവനെ ബെഡിലേക്ക് കിടത്തി. ഇത്രയും ദിവസം കൊണ്ട് നീ അസലൊരു നേഴ്സായല്ലോ. വൈശാഖൻ അവളെ നോക്കി. ഉം എല്ലാം സിസ്റ്റർ റിയ പഠിപ്പിച്ചതാ. കുറച്ചു കഴിഞ്ഞ് വരും ഏട്ടനെ കാണാൻ. അന്ന് നി നിന്നെ കൂട്ടിക്കൊണ്ട് നിന്റെ വീട്ടിൽ പോകണമെന്നൊക്കെ ഓർത്തിരുന്നതാ. അപ്പോഴാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എനിക്കൊരിടത്തേക്കും പോകണ്ട. എനിക്ക് എൻ്റെ വൈശാഖേട്ടൻ്റെ കൂടെ ഇങ്ങനെ ഇരുന്നാൽ മതി. ഈ പെണ്ണിന് ഇത് എന്തു പറ്റി? ഇത്രയും പെട്ടെന്നൊരു മാറ്റം. അവൻ ലക്ഷ്മിയെ നോക്കി. എത്രയും പെട്ടെന്ന്? മിണ്ടാതെ അടങ്ങിക്കിടക്ക്. ലക്ഷ്മി അവനെ താക്കീത് ചെയ്തു. അപ്പോഴേക്കും ശേഖരനും അശോകനും കൂടി റൂമിലേക്ക് വന്നു. മോളെ ലക്ഷ്മി, ഇനി ഇന്നെങ്കിലും എൻ്റെ മോളൊന്ന് അച്ഛൻ്റെ കൂടെ പോയി ഒന്ന് കുളിച്ചിട്ട് വാ. ഒരാഴ്ചയായില്ലേ ഇതിൻ്റെ അകത്ത് ചടഞ്ഞുകൂടി ഇരിക്കാൻ തുടങ്ങിയിട്ട്. ശേഖരൻ അവളെ നോക്കി. അത് വേണ്ടച്ചാ, നമുക്കെല്ലാവർക്കും കൂടി ഇനി ഒരുമിച്ച് പോകാം. മോളെ, എന്നാലും നീ ഒന്ന് പോയി കിടന്നുറങ്ങ്. എനിക്ക് പ്രോബ്ലം ഒന്നും ഇല്ല അച്ഛാ. ഒരു ക്ഷീണവും എനിക്കില്ല. അവൾ 2 ആപ്പിൾ എടുത്ത് കഴുകിയിട്ട് പീസാക്കുകയാണ്. അവൾ അത് എടുത്തുകൊണ്ടുപോയി വൈശാഖിന്റെ വായിലേക്ക് വെച്ച് കൊടുത്തു. ഒരെണ്ണം കട്ട് ചെയ്തെടുത്ത് അവൾ അശോകനും ശേഖരനും കൊടുത്തു. എങ്കിലും അവരതൊന്നും കഴിച്ചില്ല. ലക്ഷ്മി, അച്ഛൻ പറഞ്ഞതുപോലെ നീ നിന്റെ വീട്ടിൽ പോയിട്ട് വരൂന്നേ. വൈശാഖൻ അവളെ നോക്കി. അവളപ്പോൾ അവനെ കണ്ണുരുട്ടി കാണിച്ചു. മിണ്ടാതിരിക്കുന്നുണ്ടോ? എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. ഇതെല്ലാം കഴിക്ക്. വേണ്ട വൈശാഖ, ഇനി അവളെ നിർബന്ധിക്കണ്ട. അശോകൻ പറഞ്ഞതും പിന്നീട് ആരും അതിനെക്കുറിച്ച് ഒന്നും സംസാരിച്ചില്ല. മോനെ, എങ്ങനുണ്ടിപ്പോ? സുമിത്രയും മക്കളും കൂടി അവനെ കാണുവാനായി വന്നതാണ്. കുഴപ്പമില്ലമ്മേ, വേദന കുറവുണ്ട്. ഏട്ടാ, അനുജത്തിമാർ 2 അവന്റെ ചാരയിരുന്നു. എന്തായാലും അമ്മയ്ക്ക് സന്തോഷമായി. എന്റെ മോൻ ലക്ഷ്മി മോളെ തിരിച്ചറിഞ്ഞല്ലോ. പാവം കുട്ടി വിഷമിച്ചതിനും കരഞ്ഞതിനും ഒരു കണക്കില്ല. അതൊന്നും ഇനി പറയണ്ടമ്മേ. ഏട്ടനിപ്പോ ഒരു കുഴപ്പവുമില്ല. വീണ അവരെ വിലക്കി. ലക്ഷ്മിയാണെങ്കിൽ അപ്പോൾ കുളിക്കുമായിരുന്നു. കുറച്ചു കഴിഞ്ഞതും അവൾ ഇറങ്ങി വന്നു. ആ അമ്മേ, അമ്മ എപ്പോ വന്നു? അവളൊരു നീല നിറമുള്ള ചുരിദാറായിരുന്നു ധരിച്ചത്. ഞങ്ങളിപ്പോ ഇങ്ങ് വന്നതേ ഉള്ളൂ. മോള് കുളിയൊക്കെ കഴിഞ്ഞോ? കുളിച്ചമ്മേ. എടത്തി, പറഞ്ഞ സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. അവൾ ഒരു ചെറിയ പൊതിയെടുത്ത് ലക്ഷ്മിക്ക് കൊടുത്തു. എന്താ അത്? വൈശാഖൻ ഉണ്ണിമോളെ നോക്കി. എടത്തി കുങ്കുമം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞതായിട്ടാ. അത് ഞാൻ കൊണ്ടുവന്നതാ. സുമിത്ര ഇപ്പോൾ ഭക്ഷണമൊക്കെ എടുത്ത് ടേബിളിൽ വെച്ചു. അവർ ഒരു പാത്രത്തിൽ കുറച്ച് ചോറും കറികളും കൂടി മകനെ കഴിക്കുവാനായി എടുത്തു. ഇതാ മോനെ, നീ ചോറ് കഴിക്ക്. അമ്മ കൊടുത്ത ഭക്ഷണം അവൻ മേടിച്ചു. ലക്ഷ്മി, നീയും കൂടി എടുത്തോണ്ട് വാ. നിനക്കും വിശക്കുന്നില്ലേ? വൈശാഖൻ അവളെ നോക്കി. ഏട്ടും കഴിക്ക്. എനിക്ക് ഇത്തിരി കൂടി കഴിഞ്ഞു മതി. വൈശാഖൻ പതിയെ ഭക്ഷണം കഴിച്ചു. അത് കഴിഞ്ഞ് ലക്ഷ്മി വന്ന് അവനെ കൈയും വായയും ഒക്കെ കഴുകിച്ചു. ആ, ഉഷാറായല്ലോ. സിസ്റ്റർ റിയ അവരുടെ അടുത്തേക്ക് വന്നു. സിസ്റ്റർ, ലക്ഷ്മി ഓടിച്ചെന്ന് അവരുടെ കയ്യിൽ പിടിച്ചു. ഹാവു, ഈ മുഖം ചിരിക്കുമ്പോൾ ഇത്ര സുന്ദരമായിരുന്നു അല്ലേ ലക്ഷ്മി? എന്റെ വൈശാഖ്, ഈ കുട്ടിയുടെ കരച്ചില് കണ്ടു നിൽക്കുന്നവർക്കൊന്നും സഹിക്കാൻ പറ്റില്ലായിരുന്നു കേട്ടോ. സിസ്റ്റർ റിയ ഓരോരോ കാര്യം പറയുമ്പോഴും വൈശാഖൻ ലക്ഷ്മിയെ തന്നെ നോക്കിയിരിക്കുകയാണ്. അവൾ എത്രമാത്രം വിഷമിച്ചിരുന്നു. അച്ഛൻ ഇനി നിൽക്കണ്ട, പൊയ്ക്കോളൂ. ഞങ്ങളിപ്പോ ഓക്കെ ആയില്ലേ? ഇപ്പൊ ഇവിടെ ഒരാളുടെ ആവശ്യമുള്ളൂ. അതിന് ലക്ഷ്മി ഇവിടെ ഉണ്ടല്ലോ. സിസ്റ്റർ റിയ ശേഖരനെ നോക്കി പറഞ്ഞു. ശരിയാ, അച്ഛനോട് ഞാനും അത് അങ്ങോട്ട് പറയണമെന്ന് കരുതിയിരുന്നതാ. വൈശാഖനും സിസ്റ്റർ റിയയെ സപ്പോർട്ട് ചെയ്തു. അമ്മേ, എങ്കിൽ നിങ്ങൾ വൈകാതെ ഇറങ്ങിക്കോ. അച്ഛൻ ആകെ മടുത്തു. വൈശാഖൻ കൂടി നിർബന്ധിച്ചപ്പോൾ ശേഖരനും അവരുടെ ഒപ്പം പോകാൻ തയ്യാറായി. അശോകൻ അവരെ എല്ലാവരെയും ബസ് സ്റ്റാൻഡിൽ കൊണ്ടുപോയി വിട്ടു. അന്നാണ് ശ്യാമളയും ദീപയും രാജീവനും ഒക്കെ വന്നത്. ഞങ്ങളൊക്കെ നേരത്തെ വന്നിരുന്നു. പക്ഷെ വൈശാഖിന് ഞങ്ങളെയൊന്നും അറിയില്ലായിരുന്നു. അതൊക്കെ ഇപ്പം മാറി. ഇനി ആരെയും മറന്നു പോകില്ല, അല്ലേ വൈശാഖൻ? അശോകൻ പറഞ്ഞപ്പോൾ അവനൊന്നും മന്ദഹസിച്ചു. എല്ലാവരും ഒന്ന് പോയിരുന്നെങ്കിൽ തൻ്റെ ലക്ഷ്മിയെ തനിക്ക് ഇത്തിരി നേരം തനിച്ച് കിട്ടുമായിരുന്നു. അവൻ ഓർത്തു. ആക്ച്വലി വൈശാഖൻ, എന്തായിരുന്നു അവിടെ സംഭവിച്ചത്? രാജീവൻ അവനോട് ചോദിച്ചു. രാജീവേട്ട, അതൊന്നും ഇപ്പോൾ ഓർമ്മിപ്പിക്കണ്ടെന്നാ ഡോക്ടർ പറഞ്ഞത്. ലക്ഷ്മി വേഗം പറഞ്ഞു. ഓ സോറി. അയാൾ പെട്ടെന്ന് ഒരു ക്ഷമാപണമൊക്കെ നടത്തി. ഇവനെ കൂടുതൽ സമയം ഇരുത്തുന്നത് ആപത്താണെന്ന് അശോകന് മനസ്സിലായി. മോളെ, എന്നാൽ ഞങ്ങൾ ഇറങ്ങുവാ.
എനിക്ക് പോകുന്ന വഴിക്ക് ഷോപ്പിലും ഒന്ന് കയറണം. അശോകൻ ധൃതി വെച്ചപ്പോൾ വൈശാഖിന് സന്തോഷം തോന്നി. അങ്ങനെ അവരും യാത്ര പറഞ്ഞു പോയി. നീ ആ ഡോറൊന്ന് ലോക്ക് ചെയ്യും. എനിക്കാകെ അസ്വസ്ഥത തോന്നുന്നു. അയ്യോ, എന്തു പറ്റി? ഒന്നും പറ്റാതിരിക്കാനാ. അതൊന്ന് ലോക്ക് ചെയ്യേണ്ട ലക്ഷ്മി. അവൾ വാതിലടയ്ക്കാനായി പോയത്. ദേ വരുന്നു മാധവമാമയും കുടുംബവും. മാധവമാമ വരുന്നുണ്ട്. അങ്ങേർക്ക് വീട്ടിലിരിക്കാനൊന്നും സ്ഥലമില്ലേ പോലും. വൈശാഖം പെറുപിറുത്തു. മോനെ, എങ്ങനെയുണ്ടിപ്പോ? അയാൾ വന്ന് അവന്റെ അരികത്തിരുന്നു. കുറവുണ്ടാ മാമേ? പിന്നെ ആകെ ഒരു പ്രശ്നമുള്ളത്, ഭയങ്കരമായിട്ട് ഉറക്കം വരുക. അവനൊരു കോട്ട് വൈകിട്ടു. ലക്ഷ്മി അടക്കി ചിരിച്ചത് വൈശാഖം മാത്രമേ കണ്ടുള്ളൂ. ചായ മേടിക്കണോ മോനെ? ഒന്നും വേണ്ടെന്ന് അവൻ മറുപടിയും പറഞ്ഞു. കുറച്ചു സമയം അവർ ഓരോ വിശേഷമൊക്കെ പറഞ്ഞിരുന്നു. ഇടയ്ക്കൊക്കെ വൈശാഖൻ കണ്ണടച്ച് കിടക്കുന്നുണ്ട്. വൈശാഖന് നല്ല ക്ഷീണമുണ്ട്. എന്നാൽ നമുക്ക് ഇറങ്ങിയാലോ? ആദ്യമായി അവന് അമ്മായിയോട് ബഹുമാനം തോന്നിയ അപൂർവ നിമിഷമായിരുന്നു അത്. എങ്കിൽ ഞങ്ങൾ ഇറങ്ങുക, മോനും ഇറങ്ങിയാട്ടെ. അവർ ലക്ഷ്മിയോടും കൂടി യാത്ര പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിപ്പോയി. ലക്ഷ്മി, എൻ്റെ കാല് വയ്യാത്തതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇറങ്ങി വന്ന് ആ ഡോറ് ലോക്ക് ചെയ്തേനെ. ഇപ്പൊ ലോക്ക് ചെയ്തിട്ട് എന്ത് കാണിക്കാനാ എൻ്റെ വൈശാഖേട്ടാ? അതൊക്കെ കാണിക്കാം, നീ വാ. അവൾ വാതിലടച്ചിട്ട് അവൻ്റെ അടുത്ത് വന്നിരുന്നു. പ്ലാസ്റ്റർ ഇട്ട് വെച്ചിരുന്ന കാലാണെങ്കിൽ ഒന്ന് അനക്കാൻ പോലും അവന് ഇടത് കാലും കൈയും അത്രയ്ക്ക് വേദനയായിരുന്നു. വയ്യാതായതോടെ ഞാൻ അവിഞ്ഞു പോയല്ലോ പെണ്ണെ. ഓ പിന്നെ ഒരു കുഴപ്പമില്ല, ചുമ്മാ തള്ളാതെ ചെറുക്ക. അല്ലടി, സത്യം പറയാ, എനിക്ക് കിടപ്പ് സഹിക്കാൻ പോലും പറ്റുന്നില്ല. എങ്ങനെങ്കിലും വീടെത്തിയാൽ മതിയായിരുന്നു. കുറച്ച് കാറ്റെങ്കിലും കൊള്ളായിരുന്നു. ഒക്കെ ശരിയാകും വൈശാഖേട്ടാ. കുറച്ച് ദിവസം സഹിക്കാതെ പറ്റില്ലല്ലോ. ലക്ഷ്മി, അവൻ വിളിച്ചപ്പോൾ അവൾ അവനെ നോക്കി. എന്താ ഏട്ടാ? അല്ല, തെക്കുവടക്ക് തെണ്ടി നടക്കുന്ന എന്നെ നിന്റെ അച്ഛൻ കെട്ടിച്ചു തന്നത് അബദ്ധമായിരുന്നു എന്നല്ലേ നീ പറഞ്ഞത്? ഒരു നല്ല ബന്ധുവൊത്തു വന്നേനെയല്ലേ? അപ്പോഴേക്കും എല്ലാം കളഞ്ഞു കുളിച്ചു. അവൾ വൈശാഖിനെ നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അവൾ പതിയെ എഴുന്നേറ്റു. അവന്റെ കാലിൽ പോയി പിടിച്ചു. എന്നിട്ട് അവൾ പൊട്ടിക്കരഞ്ഞു. ലക്ഷ്മി, എന്താ ഇത്? ഛേ, നീ എഴുന്നേക്ക്. വൈശാഖൻ കുറേയേറെ പറഞ്ഞതിന് ശേഷമാണ് അവൾ എണീറ്റത്. എന്താ ലക്ഷ്മി ഇത്? ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. വൈശാഖേട്ട, എന്നോട് ക്ഷമിക്കണം. ഞാൻ വിഷമിപ്പിച്ച് എല്ലാം. അവൾ വിങ്ങിപ്പൊട്ടി. മിണ്ടാതിരിക്കു പെണ്ണെ, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. വൈശാഖേട്ടന് ആക്സിഡന്റ് ഉണ്ടായെന്ന് അറിഞ്ഞ നിമിഷം ഞാൻ അനുഭവിച്ച വേദന അത് ഈശ്വരന് മാത്രമേ അറിയൂ. അരുതാത്തത് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഈ ഭൂമിയിൽ ഞാനൊരു നിമിഷം പോലും കാണില്ലായിരുന്നു. അത് പറയുമ്പോൾ അവളുടെ ശബ്ദം മുറുക്കി. അങ്ങനെ അങ്ങ് പോകാൻ പറ്റുമോടി പെണ്ണെ? ജീവിതം തുടങ്ങുന്നതല്ലേ ഉള്ളൂ നമ്മൾ. ഇനി എന്തെല്ലാം കിടക്കുന്നു. എൻ്റെ കുഞ്ഞുലക്ഷ്മിയെ കാണാൻ എനിക്ക് കൊതിയായി. ഏ, കുഞ്ഞുലക്ഷ്മിയോ? എനിക്ക് ഭയങ്കര ആഗ്രഹമാടി. നിന്നെപ്പോലൊരു സുന്ദരി കുട്ടി. വിജിക്ക് വിശേഷമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ മുതൽ എനിക്കൊരു തോന്നൽ. ഒന്ന് പോ വൈശാഖേട്ട, അതിനൊക്കെ ഇഷ്ടം പോലെ സമയമുണ്ട്. ലക്ഷ്മി, ഒരു പാല വിട്ട അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ. ഇത്രയും സ്നേഹം ഉള്ളിലുണ്ടായിരുന്ന ആളാണോ? ഞാൻ അടുത്തു വരുമ്പോൾ നീയല്ലേ എന്നെ ഒഴിവാക്കി വിട്ടത്? എന്നാലും എൻ്റെ മനസ്സിൽ നിറയെ സ്നേഹം ഉണ്ടായിരുന്നു. എന്തിന്? മാധവിക്കുട്ടി പറഞ്ഞ പോലെ പ്രകടിപ്പിക്കാത്ത സ്നേഹം പിശുക്കന്റെ ക്ലാവ് പിടിച്ച നാണ്യശേഖരം പോലെയാണ്. ഓഹോ, എങ്കിൽ ആ ക്ലാവ് പിടിച്ച നാണ്യശേഖരം എല്ലാം കൂടി നമുക്കെടുത്ത് കുറച്ച്. മതി മതി, നീ നിർത്ത്. എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഇനി ഇത്തിരി സമയം കിടക്കാം വൈശാഖേട്ടാ. അതിനെന്താ, നീ വാ, ഇവിടെ കിടന്നു. അയ്യോ, എനിക്കല്ല, വൈശാഖേട്ടൻ്റെ കാര്യ പറഞ്ഞേ. ആ, ബെസ്റ്റ്. ഞാൻ കിടന്നോളാം, ഇത്തിരി കഴിയട്ടെ. ഓണങ്ങി എത്തിയിട്ടോ, ഇന്ന് ചോദ്യായി. ലക്ഷ്മി ഫോണിൽ നോക്കി. ഓ, എന്തോ നോണം. എനിക്കിനി എന്നാടി ഒന്ന് എഴുന്നേക്കാൻ പറ്റുന്നത്? എത്രയും പെട്ടെന്ന് എല്ലാം സാധിക്കൂ ഏട്ടാ. ഏട്ടൻ വിഷമിക്കാതിരിക്കെ. അവൾ വന്ന് അവനെ പിടിച്ച് ബെഡിലേക്ക് കിടത്തി. പെട്ടെന്ന് അവൻ അവളെ അവന്റെ വലത് കൈകൊണ്ട് പിടിച്ച് തന്റെ നെഞ്ചിലേക്കിട്ടു. അയ്യോ, എന്താ ഇത് വൈശാഖേട്ടാ? കൈ വേദനിക്കൂലേ? അവൾ പിടഞ്ഞെഴുന്നേറ്റു. തുടരും.